ഹലോ ഡിയർ, നമുക്കിന്ന് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി നമ്മുടെ ക്ലാസ്സിലെ ഏത് ചാപ്റ്ററാണ്? 8th ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അത് കഴിഞ്ഞിട്ട് വരുന്ന 9th ചാപ്റ്ററും ഇതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ 2 ചാപ്റ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ളതും ചാപ്റ്ററിൽ വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി നമ്മൾ ബേസിക്കലി പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, വൺ ആംഗിൾ ഈസ് 90 ഡിഗ്രി. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ ബാക്കിയുള്ള ആംഗിൾസിനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രിഗ്നോമെട്രിക് റേഷ്യോസ്, ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്ത് ബേസിക്കലി നമ്മൾ ഒരു സൈഡ് തന്നിട്ടുണ്ട്, നമുക്കിതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് അറിയാം എങ്കിൽ നമുക്ക് ബാക്കി സൈഡ്സിന്റെ മെഷർമെന്റ് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് ഈ ട്രിഗ്നോമെട്രി യൂസ് ചെയ്യാം. യു ഓൾറെഡി നോ, ഇപ്പോൾ 2 സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏതാണ്? പൈത്തഗോറസ് തിയറം ആണ്. അപ്പോൾ ഇവിടെ അതുപോലെ one side is given and it is a right angle triangle, then we can use this trigonometric ratios. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ ചാപ്റ്ററിൽ വരുന്ന കീ പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: റേഷ്യോസ് നിങ്ങൾ പഠിക്കുക. ദെൻ ഏതൊക്കെ ആംഗിൾസ് ആണ്? 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി ആംഗിളിൽ വരുന്ന റേഷ്യോസിന്റെ വാല്യൂസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ദെൻ ഐഡന്റിറ്റീസ്, കുറച്ച് ഐഡന്റിറ്റീസ്, 3 ഐഡന്റിറ്റീസേ ഉള്ളൂ. ആ 3 ഐഡന്റിറ്റീസിന്റെ പിന്നെ വരുന്ന നമ്മൾ അതിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്താൽ വരുന്ന ഐഡന്റിറ്റീസും കൂടിയും നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇതിന്റെ ആംഗിൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. 90 ഡിഗ്രി വരുന്ന ഒരു ആംഗിൾ ഉണ്ട്. ഇതാണ് 90 ഡിഗ്രി വരുന്ന ആംഗിള്. ഇത് 90 ഡിഗ്രി വരുന്ന ആംഗിള്. ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെയും ഒരു ആംഗിൾ ഉണ്ട്. 2 ആംഗിൾസ് ഉണ്ടാകും. അപ്പൊ നമ്മൾ ഇതാണ് ഇപ്പോൾ തീറ്റ എന്ന് എടുത്തേക്കുന്നത് അല്ലെ. തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ നമ്മൾ ഈ തീറ്റനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഈ 90 ഡിഗ്രി നമ്മൾ എടുക്കണ്ട, തീറ്റ റിലേറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞ ആംഗിളിന്റെ ഈ സൈൻ എന്നുള്ള റേഷ്യോ വരുന്നത് എങ്ങനെയാ നമുക്ക് വരിക? സൈൻ എന്നുള്ള വാല്യൂ നമുക്ക് എങ്ങനെയാ കിട്ടുക? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ആയിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി കോസ് തീറ്റ ആണെങ്കിലോ അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ തീറ്റ ആണെങ്കിലോ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ടാൻ തീറ്റനെ നമുക്ക് വേറൊരു രീതിയിലും കൂടി എഴുതാൻ പറ്റും. എങ്ങനെയാണ്? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. നമുക്ക് ആ വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് മനസ്സിലാവും. സൈൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഹോൾ ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എന്ത് വരും നോക്കിയേ? ഡിനോമിനേറ്റർ രണ്ടിൻ്റെയും സെയിം ആണ്, അപ്പോൾ അത് ക്യാൻസൽ ആയി വരും. അതായത് റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ അത് ഒന്ന് ഡിനോമിനേറ്ററിലും ഒന്ന് ന്യൂമറേറ്ററിലും വന്നാൽ അത് ക്യാൻസൽ ആവും. സോ ദാറ്റ്സ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ്. അത് തന്നെയല്ലേ ടാൻ തീറ്റ നോക്കിയേ. അപ്പൊ അങ്ങനെ അത് ഈക്വൽ ആയിട്ട് വരും. ഓക്കെ, ദെൻ ഇതിന്റെയൊക്കെ ഇൻവേഴ്സ് ആയിട്ട് വരുന്നത്, ഇപ്പോൾ സൈൻ തീറ്റ ആണെങ്കിൽ സൈൻ തീറ്റയുടെ ഇൻവേഴ്സ് ആയിട്ട് വരുന്നതാണ് കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ. കൊസീക് തീറ്റ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ്, ഇതിന്റെ ഓപ്പോസിറ്റ്. ഇനി കോസ് തീറ്റയുടെ ആണെങ്കിലോ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ്. ടാൻ തീറ്റ ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ആയിട്ട് വരുന്നതാണ് കോട്ട് തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു അഡ്ജസെന്റ് ബൈ ഓപ്പോസിറ്റ്. പിന്നെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം,
സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 1 കൊസീക് തീറ്റ എന്ന് എഴുതാം. സെയിം ആസ് നമുക്ക് എന്താ എഴുതാം? കൊസീക് തീറ്റ ഇസ് ഈക്വൽ ടു 1 സൈൻ തീറ്റ എന്ന് എഴുതാം. ഇങ്ങനെ നമുക്ക് ഓരോ ആംഗിൾസിനെയും നമുക്ക് ഓരോ ഈ റേഷ്യോസിനെയും നമുക്ക് ഇങ്ങനെ ഇൻവേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു സൈൻ തീറ്റ ഉണ്ടെങ്കിൽ ആ സൈൻ തീറ്റനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം എന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ റേഷ്യോസ് നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. ട്രിഗ്നോമെട്രിക് ടേബിൾ. ഈ റേഷ്യോസ് വെച്ചിട്ട് ഈ ടേബിളിന്റെ വാല്യൂസ് നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രിയിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസിന്റെ ആൻസർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ടേബിളിന്റെ വാല്യൂ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺഫ്യൂഷൻ വരും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സൈൻ 30, കോസ് 60 അങ്ങനെ കുറച്ച് വാല്യൂസ് ഒക്കെ സെയിം പോലെയൊക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ വാല്യൂസ് ഒന്ന് എഴുതാനെന്ന സ്റ്റെപ്പ് എങ്ങനെയാന്ന് നോക്കാം. നമ്മൾ ആദ്യം 0 മുതൽ 4 വരെ എഴുതാം. 0, 1, 2, 3, 4. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിനെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡഡ് ബൈ 4 എല്ലാ നമ്പേഴ്സിനെ. ഓക്കെ, എന്നിട്ട് ഇതിന് കംപ്ലീറ്റ് ആയിട്ട് റൂട്ട് കൊടുക്കുക. റൂട്ട് കൊടുത്തു. ഇനി വാല്യൂസ് നോക്കിയേ. ഫസ്റ്റ് വൺ 0 ഡിവൈഡഡ് ബൈ 4. ആൻസർ എത്രയാ വരാ? 0/4 എന്ന് പറഞ്ഞാൽ 0. അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാലും 0 ആണ് വരിക. ഇനി 1 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ അതിലോട് ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. അപ്പൊ √1 ഡിവൈഡഡ് ബൈ √4. ദാറ്റ് മീൻസ് √1 is 1, √4 is 2. So 1/2. Then √2/4. നമുക്ക് ഈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് 1/2 എന്ന് എഴുതാം. 1/2ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? √1 മീൻസ് 1 ഡിവൈഡഡ് ബൈ √2. അപ്പോൾ സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അഗെയിൻ 60, ആംഗിൾ 60യുടെ എങ്ങനെയാണ്? √3/√4 എന്ന് വരും. സോ √3 ഡിവൈഡഡ് ബൈ √4 മീൻസ് 2. ഈ 4ഉം 4ഉം ക്യാൻസൽ ആയി 1 ആയി. അപ്പോൾ √1 മീൻസ് 1. ഓക്കെ, ഇനി ഇതിനെ നമ്മളൊന്ന് ഓർഡർ തിരിച്ചെഴുതിയാൽ മതി. അതായത് 90യിലുള്ള വാല്യൂ ഇവിടെ 0യിൽ എഴുതാം. √3/2യിലുള്ള വാല്യൂ 60യിലുള്ള വാല്യൂ ഇത് 30യിൽ കൊടുക്കാം. 45ന്റെ സെയിം തന്നെ. ദെൻ 1/2 ഇവിടെ, 0 ഇവിടെ. അതായത് നമുക്ക് ഇത് അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഇവിടുത്തെ വാല്യൂസ് ഇത് ഇങ്ങോട്ട് വരുന്നതായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾ ഒരെണ്ണം ഒന്ന് എഴുതി നോക്കുക. ഇത് ഈ ടേബിൾ ഒന്ന് തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇനി ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ഡിവൈഡഡ് ബൈ കോസ് ആണ്. സോ 0 ഡിവൈഡഡ് ബൈ 1 0, 0. ദെൻ 1/2 ഡിവൈഡഡ് ബൈ √3/2. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1/2 ഡിവൈഡഡ് ബൈ √3 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 1/2 into 2/√3. ദാറ്റ്സ് ഈക്വൽ ടു 2ഉം 2ഉം ക്യാൻസൽ ആവും. 1/√3. അതായത് നമുക്ക് ഡിനോമിനേറ്റർ രണ്ടിന്റെയും സെയിം ആയിട്ട് വരികയാണെങ്കിൽ 1/2 √3/2 രണ്ട് സെയിം ആയിട്ട് വരുന്ന നമുക്കത് രണ്ട് ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ആ ന്യൂമറേറ്ററിൽ വരുന്ന ടേംസ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് നോക്കിയേ, എല്ലാത്തിന്റെ സെയിം ആണ് ഡിനോമിനേറ്റേഴ്സ്. സോ 1/√2 1/√2 എന്ന് പറഞ്ഞാൽ ആ √2 ക്യാൻസൽ ആകും. ബാക്കി 1. ദെൻ √3/2 1/2. സോ 2 ക്യാൻസൽ ആവും. √3/1 ദാറ്റ് ഇസ് ഈക്വൽ ടു √3. 1 ഡിവൈഡഡ് ബൈ 0 എന്താണ്? ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഡിനോമിനേറ്ററിൽ 0 വരുന്ന വാല്യൂ നമ്മൾ ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ലല്ലോ. സോ ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾ ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന്റെ ടൈമിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കിൽ
വേഗത്തിൽ ആ ടേബിൾ ഒന്ന് ഡ്രോ ചെയ്ത് വാല്യൂസ് ഒന്ന് പുട്ട് ചെയ്തിട്ടാ നിങ്ങൾക്ക് ട്രിഗ്നോമെട്രി റിലേറ്റഡ് ഏത് പ്രോബ്ലം വന്നാലും ആ ടേബിളിൽ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് സ്ലൈഡ്. ഇതാ റേഷ്യോ, ആ ടേബിളിന്റെ റേഷ്യോസ് ഒന്ന് നിങ്ങൾക്ക് ആ മെത്തേഡ് ഉൾപ്പെടെ എങ്ങനെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുന്നതാണ്. നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് വാല്യൂസ് ഉണ്ട്, സൈൻ ഉണ്ട്, കോസ് ഉണ്ട്, ടാൻ ഉണ്ട്. ഇനി കോട്ടൊക്കെ എന്താണ്? കോട്ട് മീൻസ് ടാനിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഇപ്പോൾ 0 ആണ്. അപ്പോൾ 0/0, അപ്പോൾ അത് നോട്ട് ഡിഫൈൻഡ് ആണ്. ഇത് നോക്ക്, 1/√3 ആണ് ടാൻ. ഇത് 1/√3 ആണെങ്കിൽ ഇത് √3/1. ഇത് 1 ആണെങ്കിൽ 1. √3 ആവുമ്പോൾ 1/√3 വരും. നോട്ട് ഡിഫൈൻഡ് ആകുമ്പോൾ അതിന്റെ 0 വരും. സീക്കാണെങ്കിലോ കോസിന്റെ ഓപ്പോസിറ്റ്, കോസിന്റെ റെസിപ്രോക്കല് 1/1 ആണ്. അപ്പോൾ 1/1 തന്നെ. √3/2 എന്ന് പറഞ്ഞാൽ 2/√3. 1/√2 മീൻസ് √2. 1/2 2. 0 നോട്ട് ഡിഫൈൻഡ്. കൊസീക്ക് ആകുമ്പോൾ എന്താണ്? കൊസീക്കിന്റെ 0 വരും. കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈനിന്റെ ഇൻവേഴ്സ് ആയിട്ട് വരുന്നത് റെസിപ്രോക്കൽ. സോ അങ്ങനെ എല്ലാ വാല്യൂസും ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതല്ലാതെ വേറൊരു ടെക്നിക്കാണ്. വേറൊരു ടെക്നിക്ക് മീൻസ് നമുക്കിപ്പോൾ വാല്യൂ ഫൈൻഡ് ചെയ്യണം. ഇത് നമുക്ക് നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്ററിലെ ആ ചാപ്റ്ററിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 30 ആപ്ലിക്കേഷനിൽ 30, 60, 90 ആംഗിൾ വരുവാണെങ്കിൽ, ഇപ്പം നമുക്കിവിടെ ആംഗിൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് 30, ഇത് 60, ഇത് ഓൾറെഡി അറിയാം 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നമുക്ക് 30, 60 ആണ് ആംഗിൾ വരുന്നതെങ്കിൽ നമുക്ക് ഇതിന്റെ റേഷ്യോസ് എഴുതാനായിട്ടുള്ളൊരു സിമ്പിൾ മെത്തേഡാണ്. എന്താ ചെയ്യണ്ടേ? ഈ ഒരു ഇത് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. 30യുടെ റേഷ്യോ 1, 60യുടെ കറസ്പോണ്ടിങ് √3, 90യുടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ 30ക്ക് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ അവിടെ എഴുതാം. എത്രയാണ്? 1. 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് √3 എഴുതാം. √3. ഓക്കെ, ദെൻ 90ക്ക് ഓപ്പോസിറ്റ് 2 എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. സപ്പോസ് നമുക്കിവിടെ നെയിം കൊടുക്കാം ABC. AB = 6 ആണെങ്കിൽ, AB 6 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് ബാക്കി രണ്ട് സൈഡ്സ് ഫൈൻഡ് ചെയ്യാൻ ഈസിയാണ്. എങ്ങനെയാണ്? AB = 6 ആവുമ്പോൾ AC എന്തായിരിക്കും? AC = അവിടെ √3 അല്ലേ? ദാറ്റ് മീൻസ് 6√3. ഇനി BC എന്താണ്? ഇത് റേഷ്യോസ് ആണ്. അതായത് ഇത് 1x 2x എന്ന് എടുക്കുക. ഇത് x, ഇവിടെ ഒരു x ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിന്റെ റേഷ്യോസ് ആയിട്ട് എടുക്കുക. ഇത് √3x, അപ്പോൾ 6 × √3. ഇനി ഇത് 2x മീൻസ് 2 × 6. 2 × 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 12. അപ്പൊ ഇങ്ങനെയായിരിക്കും അതിന്റെ വാല്യൂസ് വരാം. അപ്പൊ ഇവിടെ 6 ആണെങ്കിൽ നമ്മളിപ്പോൾ എടുത്ത വാല്യൂ അനുസരിച്ച് ഇവിടെ നമുക്ക് വാല്യൂ 6 ആണ് വരുന്നതെങ്കിൽ, if it is 6, this side will be 6√3, then this side will be 6 × 2, 12. അങ്ങനെയായിരിക്കും അതിന്റെ റേഷ്യോസ് വരാം. അത് സൈഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്കാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ റേഷ്യോ ഫൈൻഡ് ചെയ്യാനും നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാം. റേഷ്യോ എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഇപ്പോ 30യുടെ റേഷ്യോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സൈൻ 30 എങ്ങനെ ഫൈൻഡ് ചെയ്യാം? സൈൻ 30 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇപ്പോൾ ഓപ്പോസിറ്റ് ഏതാണ്? AB ആണ്. AB എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റിൽ വരുന്നത് 1 ആണ്. ഇവിടെ ഇത് 1 അല്ലേ? ഇത് 1, ഇത് √3, ഇത് 2. സോ 1 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 2. സൈൻ 30 1/2 തന്നെ അല്ലേ? നിങ്ങൾ ടേബിൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ, സെയിം തന്നെയാണ് വാല്യൂ വരാം. അതുപോലെ ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ വാല്യൂസ് തന്നെ കിട്ടും. ഇപ്പോൾ നമുക്ക് വേറൊരു വാല്യൂ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
സൈൻ 60 നോക്കാം. 30, 60, 90 ഈ വാല്യൂസ് ആണ് കേട്ടോ. അപ്പോൾ സൈൻ 60 നോക്കാം. സൈൻ 60 എന്ന് പറയുന്നത് സൈൻ 60 നോക്കിയേ, ഇത് 1, ഇത് √3, അത് 2. സൈൻ 60 എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ 60 ആംഗിള് ഇതാണ് 60 ആംഗിള്. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? √3 ഡിവൈഡഡ് ബൈ 2. കണ്ടോ, ഹൈപ്പോട്ടന്യൂസ് 2. അങ്ങനെ നിങ്ങൾക്ക് വാല്യൂസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. 30യുടെയും 60യുടെയും വാല്യൂസ് ഫൈൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന്റെ ടൈമിൽ ഏതെങ്കിലും മറന്നു പോകുകയോ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന മെത്തേഡ്സ് ആണ്. അതുപോലെ ഒരു സൈഡ് അറിയാമെങ്കിൽ ബാക്കി സൈഡ്സ് ഫൈൻഡ് ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ ഇതിന്റെ 45ഉം 90യും വെച്ചിട്ടുള്ളതുണ്ട്. അതായത് രണ്ട് 45, 90. നമുക്കറിയാം ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇഫ് ദിസ് ആംഗിൾ ഈസ് 90, ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. സോ ഇത് 45, ഇത് 45 ഒരു ആംഗിൾസ് വരുന്നതാണ്. 45, 45. അപ്പോൾ ഈ 45ന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സിന് 1 വാല്യൂ കൊടുക്കാം. ദെൻ ഹൈപ്പോട്ടന്യൂസിന് √2 കൊടുക്കാം. ഇങ്ങനെയും റേഷ്യോ വരും. ഈ റേഷ്യോ എന്താണ്? ഇപ്പോൾ 45 കോസ് 45 ഒന്ന് ഫൈൻഡ് ചെയ്ത് നോക്കിയേ. കോസ് 45 കോസിന്റെ എന്താണ്? അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. 45 ഏത് വാല്യൂ കൊടുക്കാമല്ലോ. 45ന്റെ അഡ്ജസൻറ്റ് വരുന്നത് 1 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് √2 അല്ലേ. നോക്കിയേ, കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഇതിന്റെ വാല്യൂസ്, നമുക്ക് അറിയാത്ത വാല്യൂസ് ഫൈൻഡ് ചെയ്യാനായിട്ട് ഈ ടെക്നിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഐഡന്റിറ്റീസ് ആണ്. ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിക്കിൽ ലാസ്റ്റ് വരുന്നത് ഈ ഐഡന്റിറ്റീസ് നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ദെൻ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക് സ്ക്വയർ തീറ്റ. 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇതിന്റെ കൂടെ വരുന്ന ഈ രണ്ട് ഐഡന്റിറ്റീസ്, അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഈ സൈൻ സ്ക്വയർ തീറ്റനെ LHSൽ നിർത്തി കോസ് സ്ക്വയർ തീറ്റനെ RHSൽ കൊണ്ടുപോയി എന്ത് സംഭവിക്കും? സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അതുപോലെ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അങ്ങനെ നമുക്ക് ഇത്രയും വരുന്ന ഈ ഐഡന്റിറ്റീസ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിന്, നമുക്കറിയാലോ LHSനെ RHSലേക്ക് ഇക്വേറ്റ് ചെയ്ത് RHSലേക്ക് എത്താനുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് വരാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? LHSലും RHSലും ഉള്ള ഏത് റേഷ്യോ ആണ് വന്നേക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. സൈന് കോസ്, ചിലപ്പോൾ സൈൻ ഉണ്ടാകും, സീക്ക് ഉണ്ടാകും. അപ്പൊ അവിടെ റിലേറ്റ് ചെയ്യാം. സൈനും സീക്ക് എന്ന് പറഞ്ഞാൽ കോസിന്റെ റെസിപ്രോക്കലാണ്. അപ്പൊ നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് പോകാം. ഇനി ഒരു രീതിയിലും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് തന്നേക്കുന്നതിന് സൈനിലേക്കും കോസിലേക്കും മാറ്റിയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് വരാം. എന്നിട്ട് ലാസ്റ്റ് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നമുക്ക് അവിടെ ആൻസർ കിട്ടും. ഇതൊക്കെയാണ് നമ്മൾ ട്രിഗ്നോമെട്രിയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ മാക്സിമം കുറേ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ആ ഐഡന്റിറ്റീസും റേഷ്യോസും ഒക്കെ നല്ല തറോ ആകും. അതനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും ട്രിഗ്നോമെട്രി ഈ രീതിയിൽ പഠിക്കുക. ഇനി അതിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രിയിൽ എന്താ വരിക? ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന ആള് താഴോട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ താഴെ നിൽക്കുന്ന ആള് ബിൽഡിങ്ങിന്റെ മേളിലേക്ക് നോക്കുമ്പോൾ, അങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ട്, അതായത് ഒരു വലിയൊരു ബിൽഡിങ്, ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദുബായിലെ ബുർജ് ഖലീഫ. അപ്പൊ താഴെ നിൽക്കുന്ന ഒരാൾ ആ ബുർജ് ഖലീഫയിലേക്ക് നോക്കുന്ന ആംഗിൾ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു അയാളും ആ ബിൽഡിങ്ങും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഫൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ നിൽക്കുന്ന ആളുടെ ഹൈറ്റ് ഫൈൻഡ് ചെയ്യാം.
അതും അല്ലെങ്കിൽ ഹൈറ്റ് നമുക്കറിയാമെങ്കിൽ ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യുക, അങ്ങനെ ഉള്ള കാര്യങ്ങൾ അതാണ് അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രിയിൽ വരിക. അപ്പോൾ ഈ 2 ചാപ്റ്ററും റിലേറ്റ് ചെയ്ത് ഒരുമിച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, അതുപോലെ മിസ്സിനോട് ചോദിക്കാം. ഓക്കെ താങ്ക് യു.